എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, വീണ്ടും പ്രണയം പൂവിടുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് ഒന്നാമത്തെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 പക്ഷികളുടെ ചിത്രമാണ്. ഇഷ്ടമുള്ള ഒരു പക്ഷിയുടെ ചിത്രം തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ കാണുക. ആദ്യമായിട്ട് ഒന്നാമത്തെ നീല നിറത്തിലുള്ള പക്ഷിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് നാം ആദ്യം പറയുന്നത്. ആയിട്ട് ഈ പക്ഷിയുടെ പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നീലപ്പക്ഷിയുടെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഉള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ അവർക്ക് നൽകിയ സ്നേഹം അവർക്ക് മറക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം സ്നേഹം അവർക്ക് മറ്റാരും നൽകിയിട്ടില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഒളിച്ചിരിക്കുകയാണ്. ആ സ്നേഹം തള്ളിക്കളയാൻ അവർക്ക് കഴിയുന്നില്ല. എത്രയെത്ര അകൽച്ചകളും അകലങ്ങളിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോയാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ആ സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് പോലും നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുമായി അകന്നു നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കൃത്യമായി അറിയുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് മായാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് മറയാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുടിയിരിക്കുന്നതിനാൽ തന്നെ കൃത്യമായ ഒരു സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളെ മറന്നു കളയാനോ മറക്കാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. എത്രയെത്ര പ്രതിസന്ധികളിലൂടെയാണ് ആ വ്യക്തി മുന്നോട്ട് പോയതെന്നുള്ളത് ആ വ്യക്തിയുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. ജീവിതത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിക്ക് രക്ഷപ്പെടാനായത് നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ സ്നേഹം മറ്റ് എല്ലാവരുടെ സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അവർ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുമായി ഒരുമിച്ച് പോകാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യവും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഇനിയൊരിക്കലും ജീവിതത്തിൽ ഒരുമിച്ച് ചേരില്ല എന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ പകുതിയോളം ആരും നൽകിയിട്ടില്ല. നിങ്ങൾ നൽകിയ ഇഷ്ടത്തിൻ്റെ പകുതിയും ആരും നൽകിയിട്ടില്ല. ജീവിതത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ളൊരു ആർജവം നിങ്ങൾക്കുണ്ടായതും എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടായതും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ശക്തി നൽകുന്നതുകൊണ്ടാണ്. ആ വ്യക്തി നിങ്ങളെ പിരിഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി. ഇനി ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയുണ്ടായി. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. ആ വ്യക്തി തിരിച്ചു വരികയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ, ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ നോക്കുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ ഒരു നഷ്ടബോധത്തിൻ്റെ കരിനിഴൽ ആ മുഖത്ത് കാണാം. നിങ്ങൾ എത്തിയേ തീരൂ. നിങ്ങൾ നൽകിയ സ്നേഹത്തിന് മറ്റാർക്കും നൽകാൻ കഴിയില്ല. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരവിനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും. മനസ്സിലുണ്ടായ അകൽച്ച മാറാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ആ വ്യക്തി എത്തിച്ചേരുക തന്നെ ചെയ്യും. നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം. രണ്ടാമത്തെ പൈല് തിരഞ്ഞെടുത്തവരുടെ വ്യക്തിക്ക് പറ്റിയത്, ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തി നിങ്ങളെ നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിട്ടും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് മാത്രമേ വിശ്വസിച്ചുള്ളൂ. ആ വ്യക്തിക്ക് സ്വന്തം നിലയിൽ നിങ്ങളെ അടുത്തറിയാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ഉൾക്കൊള്ളാനൊക്കെ ഉള്ള കരുത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ആ വ്യക്തി കടന്നുപോയി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ, നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ആ വ്യക്തി നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയില്ല. അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു വ്യക്തി, അങ്ങനെ നിങ്ങളെ അറിയാൻ കഴിയാതെ പോയൊരു വ്യക്തി, അതുതന്നെയാണ് ഈ വ്യക്തിയിൽ കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചോ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെക്കുറിച്ചോ യാതൊരു രൂപവും കിട്ടിയില്ല.
കിട്ടിയപ്പോഴേക്കും വളരെ വൈകിയിരിക്കുന്നു. നിങ്ങളോട് അരുതാത്തത് ചിലത് പ്രവർത്തിക്കുകയും നിങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പേരിലൊരു കുറ്റബോധം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ സ്ഥാനം കൃത്യമായി ആ വ്യക്തിക്ക് അറിയാം. ഇടയ്ക്ക് ആ വ്യക്തിക്ക് മാനസികമായി ഒരുപാട് വിഷമങ്ങളുണ്ടായി. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായി. നിങ്ങളെ വിലയിടിച്ച് കണ്ടു, നിങ്ങളെ മോശമാക്കി, നിങ്ങളെ മനസ്സിലാക്കാതെ പോയി, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇത്തരം ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. തീർച്ചയായും അത് ആ വ്യക്തിയിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കൽ നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിക്ക് ഇപ്പോൾ മാനസികമായിട്ട് വിഷമമുണ്ട്. നിങ്ങളെ വിട്ടു പോയതിൻ്റെ പേരിലും നിങ്ങളെ പിരിഞ്ഞു പോയതിൻ്റെയൊക്കെ പേരിൽ ആ വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായ ദുഃഖം അലയടിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായ ഒരു വിഷമമുണ്ട്. തൻ്റെ തെറ്റുകൊണ്ട് തൻ്റെ വ്യക്തി പോയി, തൻ്റെ വ്യക്തി കൊണ്ട് തൻ്റെ വ്യക്തി എനിക്ക് നഷ്ടമായി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട്. നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളും ആ വ്യക്തി ഏതാണ്ട് വെറുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലും വിഷമമുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളും, ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ എല്ലാ പ്രതിസന്ധികളും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തിക്കറിയാം എത്ര വെറുത്താലും അവസാനം സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം വീണ്ടും പൂവണിയും. ഇതൊക്കെ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിലും ആ വ്യക്തി വരികയും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.